വായിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഈ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സ്ഥാപകൻ കൂടിയായ ശ്രീ പരമേശ്വർജിയും ഒക്കെ ധാരാളം പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ രാമായണം മാസമായി കർക്കിടക മാസം നമ്മള് ആചരിക്കാനും എല്ലാ വീടുകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം തുടങ്ങുവാനും നമ്മൾക്ക് സാധിച്ചത്. ഇന്ന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴും എല്ലാവർക്കും വളരെ അത്ഭുതവും വളരെ താല്പര്യവും തോന്നുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ രാമായണ മാസം ആയി എല്ലാ വീടുകളിലും രാമായണം പാരായണം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരു കാര്യം, ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ച് തീർക്കുക. നമ്മൾ പട്ടാഭിഷേകം വരെ എത്തി നമ്മളത് തീർക്കുന്നു. ഓരോ തവണ വായിക്കുമ്പോഴും രാമായണത്തിലൂടെ അധ്യാത്മരാമായണത്തിനും വാൽമീകി രാമായണത്തിനെ അപേക്ഷിച്ചിട്ടുള്ള ഒരു കൂടുതൽ അതിൽ ധാരാളം ആധ്യാത്മികമായ സന്ദേശങ്ങളും ആധ്യാത്മിക തത്വങ്ങളും അദ്വൈത വേദാന്ത തത്വങ്ങളെല്ലാം തന്നെ എഴുത്തച്ഛൻ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഓരോ തവണ ഉള്ള വായനയിലും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവാൻ പ്രാർത്ഥിക്കുക. അതുപോലെ രാമായണം നമ്മളുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ തവണയും കൂടുതൽ കൂടുതൽ പ്രവേശിക്കട്ടെ. പിന്നെ കർക്കിടക മാസം കഴിഞ്ഞാലും പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണം ഒരു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ആത്മീയമായിട്ടുള്ള വികാസത്തിന്. നമുക്കറിയാം, ജന്മാന്തരങ്ങളിലുള്ള ഈ സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മളുടെ ആത്യന്തികമായി നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇപ്പൊ പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണം വളരെ പ്രധാനമാണ്. നമുക്ക് കർക്കിടകം കഴിഞ്ഞാലും ചിങ്ങം ഒന്നാവുമ്പോ നമുക്ക് ഭാഗവതം, പണ്ട് അങ്ങനെ പറയുമായിരുന്നു, ചിങ്ങം 1 ഭാഗവതം തുടങ്ങണമെന്ന്. നമുക്ക് ഒരു ദിവസം ഒരു പേജെങ്കിലും ഏതെങ്കിലും രാമായണം, ഭഗവത്ഗീത, മഹാഭാരതം, അങ്ങനെ ഏതെങ്കിലും ഒരു പുണ്യഗ്രന്ഥത്തിന്റെ ഒരു പേജെങ്കിലും നമ്മൾ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചിരുന്ന് വായിക്കും എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിത വ്രതമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാമായണ പാരായണം ഈ മാസത്തെ സകല ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി യാതൊരു വിഘ്നങ്ങളും കൂടാതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡോക്ടർ അർച്ചന. പാരായണം ആരംഭിക്കാം. ഇന്നത്തെ പാരായണം ശ്രീമതി സുധ ജയകുമാർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. വായിച്ചോട്ടെ? വായിക്കൂ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ,
ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക അനാരദമെന്നുടെ നാവു തന്മേൽ വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്തേന നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലെ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനോമാ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജന ജ്ഞാനീനാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസിതളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സുരസംഹതിപതി തദനു സ്വാഹാപതി ഭരതൻ പിതൃപതി നിരതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതിതനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. അഗ്രജൻ മമ സദാം വിദുഷാം അഗ്രേശ്വരൻ മൽ ഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കൊരും നിങ്ങൾ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നെ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നമ്മാമുനി പ്രവരനായി വന്നത് കണ്ട് ധാരാഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു. താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ. അത്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതത്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം
മുക്തിസിദ്ധിക്കും അസന്ദിഗ്ധമിത്യന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായ ഒരു കഥ കേൾക്കുന്നതാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഃഖാധിമധ്യേ ഭോഗി സത്തമനായി ഇടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഹാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭക്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുവെന്ന് കേൾപ്പു. ആകയാൽ ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദിഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളേ പരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലെന്നു ചൊൽവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാജനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർത്തിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ വേദനനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസമായ തമസമൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദ മോക്ഷ സാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പന്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യവുക്ക് അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസാ ജഗത് ശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചും നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായ ദേവിയായ ജാനകിയോടും കൂടി
സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്ത്യാം വന്ദിച്ചു നിൽക്കുന്നു ഒരു ഭക്തനാം ജഗത് പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലും ഉണ്ടല്ലോ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരവും ആശയുമില്ലല്ലോ. നിർമ്മലന ആത്മജ്ഞാനത്തിൻ നിന്നവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയെ ജഗന്മയെ സന്മയെ മായാമയെ, ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനുടോ. ദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു, ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്ത പ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം, നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം, നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം, സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം, ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശം സർവസാക്ഷിണം നിത്യം, സർവദാ സർവാധാരം സർവദേവതാമയം, നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടാമാം അവയെല്ലാം തൽസ്വരൂപത്വങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം, ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം, ബദ്ധമോദേന ബുക്കൂയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും. മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയാരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു. മുപ്പുരവൈരിയുടെ ചാപുവും മുറിച്ചുടൻ മൽപ്പാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തന്നെ ദർപ്പവും അടക്കി വൻപടയോടെ യുദ്ധിയും ബുക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാനതു. മാതാവ് കൈകേയും മുടക്കിയതു മൂലം രാധാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം, താതൻ വൃത്രാരിപരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു തകക്രിയാദികൾ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്ക കാലത്തു വിരാധിനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാമഗസ്ത്യനെ കൊണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു. ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ എടുക്കുവാൻ പുക്കിതു പഞ്ചവടിതത്ര പാടിയിടും കാലം, പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ട് തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ, മായയാ പൊന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷം ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ടകബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ കണ്ടു. മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധ വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു
പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയനേകനാനന്ദാത്മകനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൻ ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാതേജോമയനായി നിറഞ്ഞൊരു നിർവൃതനായൊരു വസ്തു ചെയ്കയിൽ ഒരു നാളും. നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തന്മായ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരാവനോടരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികളോ തേജോരൂപിണിയാകും എന്നുടെ മായാ തെങ്ങൽ വ്യാജമെന്നീ നിടലിക്കുന്നു കപിവരാം. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയ രഹസ്യമിതൊരു നാളും തൽഭക്തിഹീനന്മാരായി മേ വീടും. നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമാമുപദേശമില്ലതിന്മീതയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യവിധം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം. ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ട് അനാരതം പഠിച്ചിടുന്നവുമായി മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്തായോഗി വൃന്ദാപകാരി സുവർണസ്തീ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യ രാമനാമത്തെ ജപിച്ചിടുകൽ ദേവകളാമോദപൂർവം പൂജനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപരേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി ഭംഗിയനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലമെന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചിൽ ചെയ്തതേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥവും ഉണ്ടായി വരാം. കൃണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളെന്നരുകൾ ചെയ്തു. വേദാഭൂഷണകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദ സംഹിതമരുൾ ചെയ്തു രാമായണം. വാൽമീകി പുനർ 24,000 നാൻമുഖൻ യോഗത്താൽ മാനുഷ്യ മുക്തിയർത്ഥമായി
ചമച്ചാൻ അതിലിതോ ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാനേവം പുരാം. അത്യാത്മരാമായണം എന്നത് പേര് നിന്നിതം അധ്യയനം ചെയ്യുന്നതോർക്ക് അത്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ശിവൻ പാർവതിക്ക് കഥയും വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കും. പങ്ക്തി ഗന്ധർമുഖ രാക്ഷസ വീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാവസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചയാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് ചെന്നു, വേദനം ചെയ്യുക എന്നെ മറ്റൊരു വഴിയില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢഗേതം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷ സൂക്തത്തെ കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിടക്കുതിച്ചിരുന്നതുപോലെ പത്മസംഭവൻ തനിക്ക് അൻപോട് കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ള ഒരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവദ്രൂപം മനോഹരം. ചന്ദ്രികാമന്ദ സ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം. ഇന്ദ്രനീലാഭം പരം ഇന്ദിരാമനോഹരം ഇന്ദിരവക്ഷസ്ഥലം ഇന്ദിരാമനോഹരം ഇന്ദിരവക്ഷസ്ഥലം വന്യമാനാനന്ദോദയം. വത്സലാഞ്ജന വത്സംപാദ പങ്കജ ഭക്ത വത്സലം സമസ്തലോകോത്സവം സൽസേവിതം. മേരുസന്നിഭഗിരീടോദ്യോൽകുണ്ടല മുക്താഹാര കേയൂരാംഗത കടക കടി സൂത്രവലയാങ്കുലീയകാദ്യ അഖില വിഭൂഷണാകലിതകളേപരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുക ഭവൻ മധുരസ്ഫുടാക്ഷരം. സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതായൊരു പാദാംബുജം. നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പൂറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാനയജ്ഞാതി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും. മുക്തിയെ സാധിക്കണമെങ്കിലോ പവൽ പാദഭക്തി കൈക്കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതല്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വം അന്തികെ കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ബുദ്ധ്യാധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. സംസാരമായ പരിതപ്ത മാനസന്മാരാം പുംസാം ത്വൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തപതരുണാരണ സമചരണ സരസിജ സ്മരണയുണ്ടാവാനായി തരികവരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവാരമാരമണാധരാപതി പരമാനന്ദമൂർത്തേ ഭഗവൽ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരാപരാ പത്മാക്ഷ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനന ദിതി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിശദ സ്മിതപൂർവം അരുളി ചെയ്ത നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണുവാൻ ഇവിടെ കിഴറ്റോടെ വരുവാൻ. മൂലമതു ചൊല്ലൂ എന്നതു കേട്ടു സരസീരുക ഭവനീ വണ്ണമുണർത്തിച്ചു. നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഇക്കാലം നാഥ. പൗലസ്ഥിതനേനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചതു മിക്കതും ജഗൽപതേ. മദ്ദത്തവരബലദർപ്പിതനായിട്ടത് നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയോ. ലോകപാലന്മാരെയും ചാട്ടിക്കളഞ്ഞവൻ ഏക ശാസനമാക്കി ചമച്ചു ലോകമെല്ലാം.
നാഗശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മഭക്തികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്തിനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മത്തിനായി പിറന്നിനി പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധി. സന്തതം നമസ്കാരം അതിനു മധുരിപ്പോ ചെന്തളീരടീന ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായി ദൂവരം സുപ്രസന്നേനമയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമദ്യൈവമേ. കശ്യപൻ ദശരഥനാം നാരാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായവരും ചിത്സ്വരൂപിണി മമാ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലേ വന്നു കേസാത്മജ കുല നാശകാരിണിയായി. മേദിനി തന്നീല അയോനിജയായുണ്ടായി വരും ആതിഥേയന്മാർ കവിവീരരായി പിറക്കണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ അരുൾ ചെയ്തു നാഥൻ. ദേവനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആതി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനാരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവങ്ങളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാധിതി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശ്വരനെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുധാന വീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ. കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും മാനരപ്രവരന്മാരായതും വൈകിടാതെ. സൂത്രമാദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും സന്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലയോധികളായത് പർവ്വത തുല്യ ശരീരന്മാരായ നാരദം. ഈശ്വര പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചു വാണാരല്ലോ. പുത്രലാഭാലോചന. അമിത ഗുണവാനാം ദ്രുപതി ദശരഥൻ അമലൻ അയോധ്യാപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപദാക്രമനങ്കജസമൻ കരുണരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിടും കൈകേയും സുമിത്രയും ഇരുവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനന്തരുൾ ചെയ്തിടാം. പുത്രന്മാരില്ലായകയാൽ എനിക്കൊരു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥൻ നൃപനോടരുൾ ചെയ്തു. നിനക്ക് 4 പുത്രന്മാരായി ഉണ്ടായി വരുന്നത് നിനച്ചു ഖേദിക്കേണ്ട മനസ്സീ നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമീഷ്ടി കർമ്മം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി.
ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. കഴിഞ്ഞല്ലോ അല്ലേ സുകേഷ് ജി? ഒരു ഭജനൊക്കെ ആവാം, ഭജന താല്പര്യമുള്ളവർക്ക് പാടാം. കേക്കാൻ വയ്യ. ഉള്ളവർക്ക് പാടാം, സമയമുണ്ട്. അമ്മ കുടിക്കായിരിക്കും. അപ്പ കൊടുക്കുവാണോ? അന്നേരം പിന്നെ കുടിക്കും. ഏഴ് 10 ആയിട്ടുള്ളൂ. ആർക്കെങ്കിലും ഒന്നുകൂടി എന്തെങ്കിലും ആലപിക്കാനുണ്ടെങ്കിൽ സമയമുണ്ട്. നാളെ മുതൽ 7 മണിക്കായാൽ നല്ലതായിരുന്നു. അല്ല, ഇത് ഷെഡ്യൂൾ ചെയ്തത് മീറ്റിംഗ് ആണ്, ടൈം മാറ്റാൻ പറ്റില്ല. ആണോ? ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തതാണ്.